നമ്മളെല്ലാവരും വെള്ളത്തിലെ മത്സ്യങ്ങളെ പോലെ, ഭൂമിയിലെ എല്ലാവരും കടലിലെ മത്സ്യങ്ങളെ പോലെ ഒരേ വെള്ളത്തെയാണ്, ഒരേ വായുവാണ് ശ്വസിച്ചുകൊണ്ട് നിലകൊള്ളും അല്ലേ? നമ്മൾ വേറെ വേറെ ആണോ? ഭൂമിയിലെ ഓരോ മനുഷ്യരും, ഒരു ജീവനും ജീവജാലങ്ങളും വേറെയല്ല, ഒരേ ആത്മാവായ ഈശ്വരനെ ശ്വസിച്ചുകൊണ്ടിരിക്കും. ആ ഈശ്വരൻ തന്നെ രൂപാന്തരങ്ങളിലൂടെ വന്ന വെള്ളവും ഭക്ഷണവും, ജീവജലവും ഭക്ഷണവും വായും ഓക്സിജനും എല്ലാമായി ദൈവം ദൃശ്യമായി വന്ന് അതെല്ലാം നമ്മൾ അനുഭവിച്ച്, വെള്ളം കുടിച്ച്, ഭക്ഷണം കഴിച്ച്, ഓക്സിജൻ ശ്വസനത്തിലോ കഴിച്ച് ദൈവസ്വരൂപത്തിൽ തന്നെ നമ്മൾ വലിച്ചെടുത്തുകൊണ്ട് നിലനിന്ന് പ്രവർത്തിച്ചു പോയിരുന്നത് ആ പ്രപഞ്ചനാഥൻ തന്നെയാണ്. ഒരാൾ തന്നെയാണ്. ഗോപാലിലും മുഹമ്മദിലും യേശുവിലും എല്ലാ മതങ്ങളിലും എല്ലാ മനുഷ്യ സ്വരൂപത്തിലും ഏകാത്മാവാണ്, ഏക ഈശ്വരനാണ്, അല്ലാഹുവാണ്, ഏക ദൈവമാണ്. പിന്നെ എങ്ങനെ നിങ്ങൾ വേറെയായി, നിങ്ങൾ വേറെ മതമായി, വേറെ ജാതിയായി, വേറെ വിഭാഗമായി പോകുന്ന മക്കള്? അപ്പം നിങ്ങൾ അന്ധകാരത്തിൽ മുഴുകി യാഥാർത്ഥ്യത്തെ കാണാതെ ആ ഇരുട്ടിൽപ്പെട്ടിരിക്കുന്നു, കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ പ്രകാശം വെച്ച് ആകാശഭൂമികൾ പ്രകാശമായ ജ്യോതി ആണ് ഇറങ്ങി വന്ന് നമ്മളെ ഓരോ ശരീരത്തിലും ഈ പ്രപഞ്ച സ്വരൂപം അല്ലെങ്കിൽ ശിവസ്വരൂപം, അർദ്ധനാരീശ്വരന ശിവസ്വരൂപത്തിലെ ആ മുഖം ഏതാണ്? ശിവന്റെ ഹൃദയമാണ്, മനസ്സാണ് പ്രകാശം. പ്രകാശം ഏതാണ്? ദൈവ മനസ്സാണ് പ്രകാശം. ജ്യോതി, നൂറുള്ള, ആകാശഭൂമി പ്രകാശം എന്നൊക്കെ പറഞ്ഞ ദൈവ മനസ്സാണ്. ആ മനസ്സാണ് നമുക്ക് വേണ്ടതെല്ലാം സൃഷ്ടിച്ചുണ്ടാക്കി നമുക്ക് വെള്ളവും ഭക്ഷണവും ഊർജവും ഓക്സിജനും ആവശ്യമായതെല്ലാം നൽകി തന്നുകൊണ്ടിരിക്കുന്ന ഏത് മനസ്സാണ്? ആ പ്രകാശ മനസ്സാണ്, ജ്യോതിയാണ്. അത് ഇറങ്ങി വന്ന് തൻ്റെ ഗർഭത്തിലേക്ക് ഇറങ്ങി വന്ന് പുനർജനിച്ചുള്ള ദൈവസ്വരൂപമാണ് നമ്മളും. നമ്മളാരാ? ദൈവസ്വരൂപമാണ് നമ്മളും. നമ്മളെ മനസ്സിലൂടെയും നമ്മൾ കാണുകയും കേൾക്കുകയും അറിയുകയും എല്ലാം ചെയ്യുകയും എന്നിട്ട് നമ്മൾക്ക് ആവശ്യമായതെല്ലാം നമ്മൾ സൃഷ്ടിച്ചു. വെള്ളമാണോ? വെള്ളത്തെ കുഴി കുഴിച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെ വെള്ളത്തെ ശേഖരിച്ച് വെള്ളം മോട്ടർ വെച്ച് ബിൽഡിങ്ങിൻ്റെ മുകളിൽ കൊണ്ട് ശേഖരിച്ച് പൈപ്പിലൂടെ ആവശ്യമായിടത്തെല്ലാം വെള്ളം ഉണ്ടാക്കി സൃഷ്ടിച്ചെടുക്കുന്ന ആരാണ്? ഏത് ദൈവമാണ്? ഈ പ്രപഞ്ചത്തിലൂടെ നിങ്ങളുടെ വീട്ടിലൂടെ നിങ്ങളുടെ ആവശ്യത്തിനെല്ലാം നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, ലഭിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം നിങ്ങളുടെ പ്രവർത്തനത്തിലൂടെ കിട്ടുന്ന, പ്രപഞ്ചത്തിലൂടെ ഈ ശരീരത്തിലൂടെ പ്രവർത്തിക്കുന്ന ഭക്ഷ്യവസ്തുക്കളെ കൃഷി ചെയ്തുണ്ടാക്കി തരുന്നില്ലേ? പിന്നെ ആവശ്യമായതെല്ലാം നൽകി പരിപാലിച്ച് സന്തതികളെയും ഭാര്യമാരെയും കുട്ടികളെല്ലാം പരിപാലിച്ച് ദൈവിക പ്രവർത്തനം തന്നെ നമ്മളിലൂടെ എല്ലാം നിലനിന്ന് പ്രവർത്തിച്ചു പോരുന്നത്. എല്ലാവരും ഈശ്വരനാണ്. ദൈവഗർഭത്തിൽ പുനർജനിച്ചുള്ള ദൈവസ്വരൂപമാണ് എല്ലാവരും. ആരും വേറെയല്ല. ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ഏകം.